മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന സ്നേഹവിളിയാൽ മലയാളികൾ നെഞ്ചേറ്റിയ അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, മനുഷ്യ സ്നേഹത്തിൻ്റെ വക്താവും ജീവിതത്തെ അതിൻ്റെ എല്ലാ നിറങ്ങളോടും കൂടി കണ്ട ഒരു മഹാനായ കലാകാരനുമായിരുന്നു. 1908 ജനുവരി 21 വൈക്കത്ത് തലയോലപ്പറമ്പിൽ ജനിച്ച ബഷീറിൻ്റെ ജീവിതം നിരവധി അനുഭവങ്ങളിലൂടെ കടന്നുപോയതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. ഇതിനിടെ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് പല ജോലികളും ചെയ്തു. ജയകേസരി പത്രാധിപരായിരുന്ന പത്മനാഭപ്പയ്യയുടെ അടുത്ത് ജോലി അന്വേഷിച്ചു ചെന്ന ബഷീറിനോട് ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥയെഴുതിയാൽ പ്രതിഫലം തരാമെന്നും പത്രാധിപരിൽ നിന്നും കേട്ട മറുപടിയിൽ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു ബഷീർ. കറുത്തിരുണ്ട് വിരൂപയായ നായികയെയും ചട്ടുകാലിയും കോങ്കണ്ണും കൂനുമുള്ള യാചകനായ നായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി അന്ന് എഴുതിയ എൻ്റെ തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കഥ. പ്രേമലേഖനമാണ് ആദ്യത്തെ നോവൽ. ബഷീറിൻ്റെ രചനകളെ വ്യത്യസ്തമാക്കുന്നത് ലളിതമായ ഭാഷയും മനുഷ്യരോട് ഉള്ള അതിരുകളില്ലാത്ത സ്നേഹവുമാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം അതിൻ്റെ നിഷ്കളങ്കതയോടെ അദ്ദേഹം എഴുതി. സാമാന്യമായ മലയാള ഭാഷ അറിയുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടുള്ളൂ എങ്കിലും ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി, കാലാതിവർത്തിയായി. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സുവർഗ അനുരാഗികളും നിറഞ്ഞ ഒരു ഫാൻറ്റസിയായിരുന്നു ബഷീറിൻ്റെ ലോകം. സമൂഹത്തിനു നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു. മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഉണ്ടുപ്പുപ്പാക്കൊരു ആനയുണ്ടാർന്നു, പ്രേമലേഖനം, മതിലുകൾ, ശബ്ദങ്ങൾ, ആനവാരിയും പൊൻകുരിശും, സർപ്പയജ്ഞം, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ അവകാശികൾ, അനർഘ നിമിഷം, ഒരു മനുഷ്യൻ, മാന്ത്രിക പൂച്ച, അങ്ങനെ നിരവധി കൃതികൾ മലയാള സാഹിത്യത്തിലെ അമൂല്യനിധികളാണ്. ബഷീറിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുകയും അവയിലെ മനുഷ്യസ്നേഹവും കരുണയും ജീവിത മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരം. പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ്, പ്രേം നസീർ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. തൻ്റെ ലളിതമായ ഭാഷയിലൂടെയും ആഴമേറിയ ജീവിത അനുഭവങ്ങളിലൂടെയും മലയാള സാഹിത്യത്തെ ജനകീയമാക്കി. വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഉപ്പ ഒരു പണിയും എടുക്കാതെ നിന്ന മജീദിനോട് നീ പോയി ലോകമൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വാടാ എന്ന് പറയുമ്പോൾ പ്രാണപ്രിയയായ സുഹറയെപ്പോലും ഉപേക്ഷിച്ച് നാടുവിട്ട മജീദിൻ്റെ കഥയാണ് ബാല്യകാല സഖി. ശരിക്കും അതുതന്നെയാണ് ബഷീറിൻ്റെ ജീവിതം. ലോകം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് ജോലി അന്വേഷിച്ച് പലതരം ജോലികൾ അദ്ദേഹം ചെയ്ത് ജീവിതത്തിൻ്റെ യാതനകൾ മുഴുവൻ അനുഭവിച്ചു. ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും വിശപ്പുണ്ടെന്നും വിശപ്പ് മാറ്റുവാനുള്ള മാർഗങ്ങൾ തേടി അലയുമ്പോൾ അവയെ മനുഷ്യർ ശല്യപ്പെടുത്തരുത് എന്നും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടി അദ്ദേഹം നിലകൊണ്ടു.